ഹലോ എവരി വൺ. യെസ്, അപ്പം മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ലൈവ് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം മെയ് 3 നമ്മൾ നടത്തിയിട്ടുള്ള നീറ്റ് 2026 എക്സാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MTN ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ക്യാൻസൽഡ് ആയി. അതായത് നമ്മൾ എക്സാം ഓൾറെഡി നടത്തും എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിസ്സിനറിയാം നിങ്ങൾ ഓൾറെഡി ഭയങ്കര വിഷമത്തിലായിരിക്കും. അപ്പോൾ മിസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. നിങ്ങളുടെ അതേ സെയിം ആ ഒരു ഇമോഷൻ തന്നെയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കാലം അല്ലെ, ഇപ്പോൾ ഒരു 1 year ആയിട്ട് അത്രയും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് നാളത്തെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും, ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് ഒക്കെ ഭയങ്കര ഹൈ മാർക്സ് ഓൾറെഡി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ മിസ്സിന് അറിയാം നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടിരിക്കുന്ന അതേ സിറ്റുവേഷനിൽ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും എന്തൊക്കെയാണെന്നുള്ളത് മിസ്സിന് ഊഹിക്കാവുന്ന തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും എക്സാം ക്യാൻസൽ ചെയ്തു. നിങ്ങൾ എഴുതിയിട്ടുള്ള മെയ് 3 നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാം ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. വീണ്ടും എന്തായാലും എക്സാം നടത്തും എന്നുള്ളത് നമുക്ക് സൈറ്റിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് വരികയായിരുന്നു. ഞാൻ ഒരു ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് എക്സാം നടത്തും എന്നുള്ളത് നമ്മളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫൈനലി അവർ ഡിസൈഡ് ചെയ്തു എക്സാം നടത്തണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു 10 year ബിഫോർ ആണ് ഇതേ സെയിം സിറ്റുവേഷൻ ഇതുപോലെ തന്നെ വന്ന് വീണ്ടും എക്സാം നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതിനുശേഷം വീണ്ടും ഇപ്പോഴാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 2024 ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും എക്സാം നടത്തുക എന്നുള്ളതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ എത്രയും ഭയങ്കര കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ്, അതായത് ഒരുപാട് പേര് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ട് പോയി എക്സാം എഴുതിയ മക്കളുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നേരെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്ത് ചെയ്യാണ്, ഈ കഷ്ടപ്പെട്ട് പഠിച്ചവരുടെ ചാൻസ് ആണ് അവിടെ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള ആളുകൾ ചെന്ന് എക്സാം എഴുതുമ്പോൾ അവർ നല്ല മാർക്ക് സ്കോർ ചെയ്ത് അവർ നല്ല നിങ്ങളുടെ ചാൻസ് ആണ് അവരെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്ടിരിക്കണം. നമ്മൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മക്കളെയും എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഉള്ളൊരു വഴി എന്ന് പറയുന്നത് നീറ്റ് എക്സാം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യേണ്ടത് മാക്സിമം ഒരു 2 months, മാക്സിമം 2 monthsൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തോളൂ. മാക്സിമം ഒരു 2 monthsൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എക്സാം ഡേറ്റ് ആക്ച്വലി അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കാം. 2 monthsനുള്ളിൽ എഗെയിൻ എന്തായാലും എക്സാം വരും. മാക്സിമം അതുവരെ പോകുള്ളൂ. അതിനുള്ളിൽ നമുക്ക് നീറ്റ് എക്സാം വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഒരു ഇമോഷൻ എന്താണ് എന്നുള്ളത് മിസ്സിന് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നല്ലേ, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയി എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തോട്ടിലേക്ക് പോവണ്ട. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾക്ക് അത് അത്രയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത്രയും പെർഫോം ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ കണ്ടന്റിനെ തന്നെ മോഡിഫൈ ചെയ്ത് എഗെയിൻ ബ്രഷപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് എത്രയാണോ അതിന്റെ മേലെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റിയിരിക്കും എന്നല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പഠിച്ചെന്നെ ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇപ്പോൾ ഒരു 690 ഒക്കെ മാർക്ക് കിട്ടിയവരുണ്ടായിരിക്കും അല്ലെ. 690 ഒക്കെ മാർക്ക് ഇതുപോലെ സ്കോർ ചെയ്ത് കുറേ വെച്ചവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ മാർക്ക് സ്കോർ ചെയ്തുള്ളൂ, ഇനി ഞാൻ വീണ്ടും ഇത് പഠിച്ച് എനിക്ക് അത്രയ്ക്ക് എത്താൻ പറ്റുമോ, എനിക്കിനി പെർഫോം ചെയ്യാൻ പറ്റുമോ, എക്സാം ടഫ് ആവോ എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ പേടിക്കണ്ട. ഇപ്പോൾ 690 നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ജെന്യുവൻ ആയിട്ട് എക്സാം എഴുതി നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുള്ള മാർക്കാണ് ഈ 690 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ കുറച്ച് സമയം കൂടെ നമുക്ക് എഗെയിൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ എബവ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 700+ മാർക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിക്കുക. ആൻഡ് ചിലവരെന്ത് അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്ക് പറ്റിയവരുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അന്ന് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്ന സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് ഇതുപോലെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് രജിസ്റ്റർ നമ്പർ മാറിപ്പോയി, അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ് വന്നവരുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ
കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ള മക്കളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ വിചാരിക്കാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആണ്, എനിക്ക് ഒന്നും കൂടെ പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുള്ള ചാൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്സ് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ എക്സാം പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു സെക്കൻഡ് ചാൻസും കൂടിയാണ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു, ഇതിൽ വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് എന്തൊരു കാര്യത്തിന് നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക. ഇത് ഓൾറെഡി ഒരു കാര്യം വന്നു കഴിഞ്ഞു, ഇത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വരിക. എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക, ഞാൻ ഏറ്റവും ഹൈറ്റിലേക്ക് എങ്ങനെയാണ് എത്താൻ പോവുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഒരിക്കലും നമ്മൾ ഇവിടെ എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത്. ഇനി വീണ്ടും എനിക്ക് എക്സാം എഴുതാൻ വയ്യ എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയിട്ടുള്ളതിന്റെ റിസൾട്ട് അഗെയിൻ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ചാൻസ് ആണ്. സോ ഞാൻ വീണ്ടും എക്സാം എഴുതിയിരിക്കും, ഞാൻ ഏറ്റവും മാർക്ക് എനിക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ, എൻ്റെ മാക്സിമം കാലിബർ ഞാൻ പുറത്തെടുത്ത് എക്സാം എഴുതിയിരിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കാര്യം കൂടെ ആലോചിച്ചോളൂ, ഇപ്പോൾ എക്സാം എഴുതാൻ പോയിട്ട് നിങ്ങൾക്കൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സംഭവത്തിനെ ചെറുതാക്കി മിസ് പറയല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് സ്വയം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വിചാരിക്കുക, എന്താണ് എനിക്കൊരു മോഡൽ എക്സാം ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്, എനിക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതെല്ലാം ഫസ്റ്റ് ടൈം എഴുതുന്ന മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്ന മക്കളുടെ അവസ്ഥയും മിസ്സിന് അറിയാം. ഇപ്പം ഞങ്ങൾ ഇത്രയും റിപ്പീറ്റ് ചെയ്തു, വീണ്ടും എക്സാം എഴുതിയിരിക്കുകയാണ്, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഞങ്ങളുടെ അവസ്ഥേനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടായിരിക്കും. പക്ഷേ മക്കൾ നിങ്ങളൊന്നൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇപ്പം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ ഇവിടേക്ക് എത്തി, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ലീക്കായി കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവർ ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്ത് ഹൈ മാർക്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ചാൻസ് തട്ടിയെടുത്ത് മുകളിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അനുവദിക്കരുത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. നിങ്ങളുടെ ചാൻസ് പോവരുത്, നിങ്ങൾക്ക് മാക്സിമം എത്തണം, നിങ്ങൾക്ക് മാക്സിമം അതിലേക്ക് നിങ്ങൾക്ക് ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണം. അല്ലാതെ വേറൊരാളുടെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് മോശം തന്നെയാണ്. കാരണം അത് അയാൾ കഷ്ടപ്പെട്ട് ചെയ്ത് മേടിച്ചതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടിന് മുകളിൽ വേറൊരാൾ അത് ഡിസേർവിങ് അല്ലാത്ത ഒരാൾ വരിക എന്ന് പറയുന്നത് മോശമാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയും കൂടെ ഇമോഷൻസ് കൺസിഡർ ചെയ്യണം. അല്ല പലർക്കും അത് വീണ്ടും എക്സാം എഴുതുക എന്നുള്ളത് നിങ്ങൾക്കൊരു മോഡലായിരുന്നു, ഞാൻ അത് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ആൻഡ് ഇപ്പം തന്നെ വേഗം ഞാൻ റഷായിട്ട് ഇരുന്ന് പഠിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക, വേഗം ഓടിപ്പോയിട്ട് ചാടിപ്പോയിട്ട് അങ്ങനെ ചെയ്യണം എന്ന് മിസ് പറയില്ല ഒരിക്കലും. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാനിങ്ങോട് കൂടി തന്നെ പോവുക. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുക, ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ പഠിക്കണം, എൻ്റെ സ്ട്രോങ് ഏരിയ എന്താണ്, എൻ്റെ വീക്ക് ഏരിയ എന്താണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാനിങ് കൊടുക്കുക. അതായത് എവിടെയാണ് എനിക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടത്, ഏത് സബ്ജക്റ്റാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത്, ഏത് സബ്ജക്റ്റിൽ ഏത് ഏരിയ ആണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ഹാഫ് ഡേ കൂടിയേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹാഫ് ഡേ നിങ്ങൾ ഇരുന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുക, പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മെന്റലി അതിലേക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുമായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ആ ഒരു സമയം കൊടുക്കുക. ആ സമയം എടുത്തിട്ട് നാളത്തെ ദിവസം തന്നെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു നിങ്ങളുടെ മാനസികാവസ്ഥ, വീണ്ടും ഇത് പഠിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വീണ്ടും അതിലേക്ക് ഞാൻ വീണ്ടും കിടക്കുക എന്ന് പറയുന്നത് ഇമോഷണലി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ടും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം തന്നെയാണ് മിസ്സിന് അറിയാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്തേ മതിയാവും. ഒരുപാട് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ, ഈ റിയാലിറ്റിയിലേക്ക് ഞാൻ വന്നേ മതിയാവൂ, ഇത് ഞാൻ തരണം ചെയ്യണം, ഇവിടെ ഞാൻ ഗിവ് അപ്പ് ചെയ്യരുത്. ആൻഡ് ഇത് ഞാൻ ഫുള്ളി ഓവർകം ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു, നിങ്ങളുടെ ചാൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരുന്നു, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നിങ്ങൾ മനസ്സിനോട് പറയുക. ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വിഷമിച്ചിരിക്കണ്ട. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക. ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം എല്ലാം ഈ ഒരു റിയാലിറ്റിയിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് ആൻഡ് മാക്സിമം ഇൻപുട്ട് ഞാൻ കൊടുത്ത് എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഞാൻ മേടിച്ചെടുത്തിരിക്കും എന്നുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ച് കൂളായിട്ട് റിലാക്സ് ആയിട്ട് പോയിട്ട് എഴുതാം. നെക്സ്റ്റ് നമ്മളുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ready,
യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് തന്നെ നേരെ പോയിട്ട് എക്സാം എഴുതാം. ഓക്കെ.